ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു പേപ്പർ ഫ്രെയിമിൻ്റെ ലോങ് വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പേപ്പർ ഫ്രെയിമാണ് ഉണ്ടാക്കുന്നത്, അതും രണ്ട് മെത്തേഡിൽ. ഫസ്റ്റ് മെത്തേഡിൽ ഇതുപോലെ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ അത് വയ്ക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ചാർട്ട് പേപ്പറിൻ്റെ മുകളിൽ പിക്ചർ വെച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ വരച്ചു കൊടുക്കണം. ഇനി ഇതുപോലെ 4 സൈഡിലും 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെയാണ് ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇവിടെയും 1.5 സെൻറ്റിമീറ്റർ വീതം രണ്ട് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫ്രെയിമിൻ്റെ തിക്നെസ് എത്രയാണോ വേണ്ടത് അതാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഫ്രെയിമാണ് വേണ്ടതെങ്കിൽ 2 സെൻറ്റിമീറ്റർ എടുക്കാം. ഇനി തിക്നെസ് കുറഞ്ഞ ഫ്രെയിമാണ് വേണ്ടതെങ്കിൽ 1 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ ഇതുപോലെ 1.5 സെൻറ്റിമീറ്ററുള്ള 4 റോ ആണ് വരച്ചു കൊടുക്കുന്നത്. ഇനി ഇതുപോലെ 4 സൈഡിലും വരച്ചു കൊടുക്കണം. അപ്പോൾ ഫ്രെയിമിൻ്റെ ഔട്ട്ലൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ സെക്കൻഡ് റോയിൽ 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കണം. ഇനി ഈ മാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ വരച്ചു കൊടുത്ത പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് കളയണം. നെക്സ്റ്റ് ഈ മാർക്ക് ചെയ്ത ലൈനിൻ്റെ മുകളിലൂടെ മടക്കി കൊടുക്കണം. അപ്പം മടക്കി കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സൈഡും മടക്കി കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ഈ ഒരു സൈഡ് ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഫസ്റ്റ് 2 സൈഡ് നന്നായി ഒട്ടിയതിന് ശേഷം ബാക്കി 2 സൈഡും ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. എല്ലാ സൈഡും ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു ഗ്യാപ്പ് ഒരുപാട് ഓപ്പണായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഗ്ലൂ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. അപ്പോൾ ഫ്രെയിം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഫസ്റ്റ് എടുത്ത പിക്ചർ ഒട്ടിച്ചു കൊടുക്കണം. ഇനി സെക്കൻഡ് മെത്തേഡ്. നമ്മുടെ കയ്യിൽ പിക്ചറൊന്നുമില്ല, ഫസ്റ്റ് ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിൽ എന്തെങ്കിലും വരച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനൊരു ചാർട്ട് പേപ്പർ എടുക്കണം. ഞാനിവിടെ 25 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ പേപ്പറാണ് എടുത്തത്. ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കണം. ഇങ്ങനെ 4 ലൈൻസ് വരച്ചു കൊടുക്കണം. ഇതുപോലെ ബാക്കി 3 സൈഡിലും വരച്ചു കൊടുക്കണം. 1.5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഫ്രെയിമിൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മെത്തേഡിൽ പറഞ്ഞതുപോലെ എത്രയാണോ തിക്നെസ് വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഈ രണ്ട് മെത്തേഡും ഭയങ്കര സിമ്പിളാണ്. ഞാൻ കൂടുതലായും സെക്കൻഡ് മെത്തേഡ് വെച്ചിട്ടാണ് ഫ്രെയിം ഉണ്ടാക്കാറ്. ഈ സെക്കൻഡ് മെത്തേഡ് വെച്ചിട്ട് ഫ്രെയിം ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചാർട്ട് പേപ്പർ എടുക്കുമ്പോൾ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ 25 സെൻറ്റിമീറ്റർ പേപ്പറാണ് എടുത്തത്. അപ്പോൾ ഒരു സൈഡ് ഫ്രെയിം ഉണ്ടാക്കാൻ 1.5 സെൻറ്റിമീറ്റർ വെച്ച് 4 കോളം വരച്ചു കൊടുത്തു. അപ്പോൾ അവിടെ 6 സെൻറ്റിമീറ്റർ ആയി. പ്ലസ് മറ്റേ സൈഡും 6 സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ടും കൂടെ 12. പിന്നെ ഫ്രെയിം ഉണ്ടാക്കി അത് ഒട്ടിക്കാൻ 1.5 സെൻറ്റിമീറ്റർ ഒരു സൈഡിലാവും. അങ്ങനെ രണ്ട് സൈഡിലും കൂടെ 3 സെൻറ്റിമീറ്റർ. അങ്ങനെ ടോട്ടൽ 15. അപ്പോൾ 25 - 15 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഒരു 25 സെൻറ്റിമീറ്റർ സ്ക്വയർ പേപ്പർ എടുത്താൽ 10x10 ആയിരിക്കും നമുക്ക് ഇമേജ് ഒട്ടിക്കാനുള്ള സ്പേസ് ഉണ്ടാവുക. അങ്ങനെ 4 സൈഡിലും മാർക്ക് ചെയ്തിട്ട് 4 കോർണേഴ്സ് കട്ട് ചെയ്ത് കളയണം. ഇനി എല്ലാം ഫസ്റ്റ് മെത്തേഡിൽ കണ്ട സെയിം പ്രോസസ്സാണ്. സെക്കൻഡ് റോയിൽ ഇതുപോലെ 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ആ പോർഷൻ കട്ട് ചെയ്ത് കളയണം. ഇനി ഇതുപോലെ എല്ലാ സൈഡും മടക്കി കൊടുക്കണം. എന്നിട്ട് എല്ലാ സൈഡും ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ പഠിച്ചാൽ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരുപാട് ടൈപ്പ് ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ മുന്നേ ഉണ്ടാക്കിയ കുറച്ച് ഫ്രെയിംസ് വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ചാനലിൻ്റെ ഷോർട്സിൽ ഉണ്ടാകും, അതിൽ നോക്കിയാൽ മതി. അപ്പം നമ്മൾ ഫ്രെയിം റെഡിയായി. ഇനി ഇതിൽ കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഒരു ഹാപ്പി ന്യൂസ് കൂടി ഉണ്ട്. നമ്മുടെ ഫാമിലി 10K ആവാറായി. സോ ഒരു ഗിവ് അവേ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോൻ്റെ താഴെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. ഇനി ഇടുന്ന വീഡിയോസിൽ ഗിവ് അവേൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.